ഇന്ന് നമ്മുടെ ഡേ 1 ആണ്, പ്രൊസീജിയർ കഴിഞ്ഞിട്ടുള്ള ഡേ 1. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രതീക്ഷ പോലെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷെ ഉറങ്ങാൻ നേരത്ത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ പുറകിൽ നിന്നാണല്ലോ ഇത് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഹെയർ. അപ്പോൾ അത് അവർ ഇവിടെ കവർ ചെയ്ത് തന്നിട്ടുണ്ട്. അതിന്ന് വൈകിട്ട് തന്നെ അയക്കണം. അപ്പം ഞാൻ അയച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ പറയാം. പിന്നെ ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഏരിയയിലായ കാരണം ഈ ഏരിയ എവിടെയും ടച്ച് ചെയ്യാൻ പാടില്ല. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കിടക്കുമ്പോൾ സ്ട്രെയിറ്റ് മാത്രമേ കിടക്കാൻ പാടുള്ളൂ. പിന്നെ ഇത് തട്ടുമ്പോൾ പെയിൻ ഉള്ളത് കൊണ്ട് നമ്മൾ നെക്കില്ല വെച്ച് നേരെയാണ് കിടന്നിരുന്നത്. അത് ആക്ച്വലി ഞാനൊക്കെ കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ വട്ടം പോലെ കറങ്ങണ ഒരാളാണ്, അങ്ങോട്ട് ഇങ്ങോട്ട് ആയിട്ട്. പടി പോലെ കിടക്കാൻ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നല്ല ടെൻഡൻസി വരും പുതപ്പ് ഇങ്ങനെ പുതയ്ക്കാൻ, അല്ലെങ്കിൽ കൈ ഇങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ. അതൊക്കെ ഒരാളില്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. സ്പ്രേ ചെയ്യണം. അങ്ങനെയൊക്കെയായിരുന്നു രാത്രിത്തെ ബുദ്ധിമുട്ടുകൾ. പിന്നെ കിടന്ന പാടെ ഉറങ്ങാന്നുള്ള സാധനം ഇല്ല. നമ്മൾ കുറെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കുമല്ലോ. മെല്ലെ മെല്ലെ ഇങ്ങനെയൊക്കെ ഉറങ്ങി. പിന്നെ രാവിലെ എണീറ്റപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വാഷ്റൂമിൽ പോകുമ്പോൾ എപ്പോഴും ക്യാപ്പ് വെക്കണം, ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് എപ്പോൾ വാഷ്റൂമിൽ പോകണമെങ്കിലും ക്യാപ്പ് വെക്കുന്ന ഒരു പ്രത്യേക ഗൈഡൻസ് തന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, മെഡിസിൻ എടുത്തു. ഇത് സ്പ്രേ ചെയ്തു. സ്പ്രേ ഓരോ ഹാഫ് ആൻ അവറിലും ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഇത് ഡ്രൈ ആവാൻ പാടില്ല. ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ചൊറിച്ചിലൊക്കെ വരും. അപ്പോൾ നമ്മൾ വീണ്ടും ചൊറിയാനുള്ള ടെൻഡൻസി വരും. നമ്മളിപ്പോൾ ഇത്ര നേരം ചെയ്ത പണിയൊക്കെ വെറുതെ ആയിപ്പോൾ. പിന്നെ നല്ല ഫുഡ്, വെജിറ്റേറിയൻ ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതൊന്ന് സെറ്റ് ആവണ വരെ. കാരണം ഈ ചിക്കൻ ബീഫൊക്കെ എടുക്കുമ്പോൾ ബോഡി ഹീറ്റാവാൻ പാടില്ല ഒരിക്കലും കൂടി. അതാണ് മെയിൻ കൺസേൺ. ഡയറക്റ്റ് സൺലൈറ്റ് തല വയർക്കുക ഇതൊന്നും പാടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ അതിനിങ്ങനെ ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ വാട്ടറിങ് ആ സ്പ്രേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നല്ല ബോറടിയാണ്. കാരണം നമുക്കൊരു പരിധി വരെ ഫോൺ നോക്കാൻ പറ്റുള്ളൂ, പരിധി വരെ സ്ക്രീൻ നോക്കാൻ പറ്റുള്ളൂ, പരിധി വരെ നമുക്ക് സംസാരിക്കാൻ വരെ പറ്റുള്ളൂ. കാരണം ഓവറായിട്ട് ഇതിങ്ങനെ ഇളകുമ്പോൾ ഇവിടേക്ക് നമുക്ക് ഒരു സ്ട്രെയിൻ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ ഈ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ കുറച്ച് നീരൊക്കെ ഇനി നല്ല വന്നോണം എന്നാണ് പറയണത്. അപ്പോൾ എനിക്കിങ്ങനെ ആയിപ്പോൾ നമ്മൾ നെറ്റ് ചോദിക്കാനും പറ്റില്ല. അപ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെ ഫീൽ ചെയ്യും. അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ വാഷ് ചെയ്യും. ഇത് വാഷ് ചെയ്തിട്ട് ഈ ഒരു ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യും. അപ്പം ഞാൻ അതിലൂടെ കാണിക്കാം.